സോ ഗൈസ് ഇതാണ് നമ്മുടെ വിവോ V70 Liteൻ്റെ ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി. എങ്ങനെയുണ്ട് ക്വാളിറ്റി? സൂപ്പറാണല്ലേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള നല്ല സ്കിൻ ടോണൊക്കെ ഉള്ള വീഡിയോ കിട്ടുന്നുണ്ട്. നമുക്ക് റിയർ ക്യാമറ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ 4K 60 FPS റിയർ വീഡിയോ. സോ നമുക്ക് ഇതിൽ 2x ക്രോപ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 3xൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൽ സ്റ്റെബിലൈസേഷൻ നമുക്ക് ഓണാക്കാൻ സാധിക്കും. ഓണാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ലെവലിൽ എടുക്കുമ്പോൾ ചെറിയൊരു ഷെയ്ക്ക് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റെബിലൈസ്ഡ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. സോ ഇപ്പം നമ്മൾ സ്റ്റെബിലൈസ്ഡ് വീഡിയോ ആണ് എടുക്കുന്നത്. ബട്ട് സ്റ്റെബിലൈസേഷൻ ഓണാക്കിയ സമയത്ത് നമുക്ക് ആ ഒരു FPS റെഡ്യൂസ് ആയിട്ടുണ്ട്. സ്റ്റെബിലൈസേഷൻ ഓണാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നുണ്ട്. വീഡിയോ നമ്മൾ എടുക്കുന്ന സമയത്ത് വലിയ ഷെയ്ക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ 3x ലെൻസിലെടുത്തിട്ടുള്ള ചില പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ സാമ്പിൾസ് ഒന്ന് കാണാം. ഫോട്ടോസ് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആണ്, നല്ല കളേഴ്സും നല്ല ബ്രൈറ്റ്നസ്സൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മുടെ X300 അല്ലെങ്കിൽ X200 ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു അൽഗോരിതം അല്ല ഇതിൻ്റെ ഫോട്ടോ പ്രോസസ്സിങ്ങിൽ എന്ന് എനിക്ക് തോന്നി. പകരം നമ്മുടെ ഓപ്പോൻ്റെയൊക്കെ Reno 15 സീരീസിലൊക്കെ വന്നിരുന്ന ആ ഒരു കളർ ടോൺസാണ് എനിക്കിതിൽ കൂടുതലും തോന്നിയത്. പിന്നെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സ് ആവാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അത് നമ്മളിടുന്ന ബൊക്കെ എഫക്റ്റിനൊക്കെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്നാലും അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട്. ബട്ട് ടൈം എടുത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീസൻറ്റ് റിസൾട്ട്. പിന്നെ നമ്മുടെ ഫോട്ടോയിൽ നമുക്ക് മാക്സിമം സൂം ആയിട്ട് 100x കിട്ടുന്നുണ്ട്. എന്നാൽ 100xിലൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ലൊരു സ്റ്റെബിലൈസേഷൻ ഇഷ്യൂ വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു ട്രൈപോഡിനെയും മാത്രമേ അങ്ങനെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുള്ളൂ. സോ വീഡിയോയിലും ഫോട്ടോയിലും സ്റ്റെബിലൈസേഷൻ കുറച്ച് കുറവായിട്ട് തോന്നി. ഈ നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്ക് ക്യാമറയെ പറ്റി ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പഞ്ചായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ പോർട്രേറ്റ് ഫോട്ടോയിൽ നമുക്ക് നല്ല പ്രോസസ്സിങ് ടൈം വരുന്നുണ്ട്. പ്രത്യേകിച്ച് 100 mm ഇട്ടിട്ട് നമ്മൾ 1.4 ഒക്കെയാണ് സെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നല്ല പ്രോസസ്സിംഗ് ടൈം വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ലൈറ്റ് വരുന്നുണ്ട്. എന്നാലും ആ ഒരു ഡൈനാമിക് റേഞ്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോയിൽ എത്ര നോക്കിയിട്ട് നമ്മുടെ ആ ഒരു പോർട്രേറ്റ് വീഡിയോൻ്റെ ഓപ്ഷൻ കണ്ടില്ല. നമ്മൾ പോർട്രേറ്റ് വീഡിയോ ഓപ്ഷൻ നമ്മുടെ എല്ലാ ഫോണുകളിലും വരാറുണ്ടല്ലോ, ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുള്ള വീഡിയോ, ആ ഓപ്ഷൻ ഇതിൽ കണ്ടില്ല. അത് എന്താണ് ഓപ്ഷൻ ഇല്ലാതെയാണോ അത് വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അറിയില്ല. അത് നിങ്ങൾക്ക് വല്ലവർക്കും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയണം. സോ അതും എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. ബാക്കി ഓൾമോസ്റ്റ് ക്യാമറ സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ സെറ്റാണോ ഒന്നും പറയാനില്ല. ഫോട്ടോസ് ആണെങ്കിലൊക്കെ നമുക്ക് അടിപൊളിയാണ്. സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസാണ്. ഇപ്പോൾ ഐഫോണൊക്കെ ആയിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രോസസ്സിംഗ് ടൈം ഉണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ഫോട്ടോ കുറച്ചുകൂടി ബ്രൈറ്ററായിട്ടും കുറച്ച് പഞ്ചായിട്ടുള്ള കളേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് ക്യാമറ എടുക്കുന്ന വീഡിയോ ആണ്. സോ ഇതൊക്കെയാണ് ക്യാമറ പറ്റി ഓവറോൾ പറയാനുള്ളത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല അടിപൊളി ഫോട്ടോഗ്രാഫ്സ് അതുപോലെ തന്നെ വീഡിയോഗ്രാഫി എടുക്കാൻ പറ്റുന്നൊരു ഫോൺ തന്നെയാണ്.